ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി കൊണ്ടുള്ളൊരു ഡിഷാണ്, ഈവനിങ് സ്നാക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് സോയ ഒരു 1/4 കപ്പ് സോയ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവോള, ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു സവോള, പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത്, പിന്നെ 2 ഇഡ്ഡലി കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സോസാണ്. ഇത് ഞാൻ 2 തക്കാളി ബോയിൽ ചെയ്തിട്ട് അതിനകത്ത് 2 തക്കാളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ബോയിൽ ചെയ്തിട്ട് അത് മിക്സിയിൽ അടിച്ചിട്ട് അതിൽ കുറച്ച് വിനാഗിരിയും പഞ്ചസാരയും ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വറ്റിച്ചെടുത്തൊരു സോസാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സോയ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഈ പാത്രം ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതിന് ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഇതിലേക്ക് ചൂടുവെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് പിഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് സോയ ചേർത്ത് സോയ ഞാൻ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അരച്ച് വെച്ച് വേവിക്കും. അപ്പോൾ ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിൽ കൂടി കിടന്നിട്ട് സോയ ഒന്ന് വെന്താക്കി ഈ സോയ നന്നായിട്ട് അരച്ച് വെച്ചോളാം. അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി വെച്ച സോസും കൂടി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നന്നായി ഫ്രൈ ചെയ്ത് എടുക്കാം. കുറച്ച് നേരം ഫ്രൈ ആക്കി അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇളക്കി നമ്മുടെ സ്പെഷ്യൽ സോയ ഇഡ്ഡലി ഇവിടെ റെഡി ആയിരിക്കും. ഇതാണ് നമ്മുടെ കുഞ്ഞുവിൻ്റെ ഈവനിങ് സ്നാക്ക്. നമ്മുടെ സ്പെഷ്യൽ സോയ ഇഡ്ഡലി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചക്ക വരട്ടിയത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞിന് കഴിച്ചോക്കി എങ്ങനെയുണ്ടെന്ന്. സോയാബീൻ ഇഡ്ഡലി ഇഷ്ടമായ?